ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇതിന് തുടക്കം കുറിച്ച, ഇതിന് ചിന്തിച്ച, ഇതിനാദ്യമായി ആലോചിച്ച, അതിനുവേണ്ടി ആദ്യം സംഭാവന കൊടുത്ത എല്ലാവരും നെഗറ്റീവ് പറഞ്ഞപ്പോൾ അതൊന്നും പ്രശ്നമാക്കേണ്ട, നമുക്ക് ഇറങ്ങാമെന്ന് ധൈര്യസമേതം മുന്നിൽ നിന്ന് അതിന് നയിച്ച ആളുകളുണ്ടല്ലോ, അവർക്ക് സന്തോഷിക്കാം. ഇൻഷാ അല്ലാഹ് ഇതൊരു വലിയ പ്രകാശഗോപുരമായി, ഈ നാടിനൊരു വെളിച്ചമായി, ഒരു താങ്ങായി, തണലായി, അവർക്ക് ആത്മീയ രംഗത്തും ഭൗതിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ അവരുടെ കുടുംബങ്ങൾക്ക്, മക്കൾക്കൊരു വെളിച്ചമായി ഈ ഒരു കേന്ദ്രം, ഈ ഒരു പള്ളിയും അനുബന്ധ സ്ഥാപനങ്ങളും മാറുക തന്നെ ചെയ്യും. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ന് നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ കഴിയും. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. സൂറത്ത് യാസീനിലെ ആയത്താണ്. നിങ്ങളെ മരണപ്പെട്ടതിനു ശേഷം ജീവിപ്പിക്കുന്നത് നാം ആകുന്നു. നിങ്ങൾ പ്രവർത്തിച്ചത് മാത്രമല്ല, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ അനന്തരഫലങ്ങൾ കൂടി നിങ്ങളുടെ രേഖയിൽ നാം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അഥവാ ഈ പള്ളി ആരാണോ ഉണ്ടാക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും മുന്നോട്ട് വന്നത് ആരൊക്കെയാണോ അവർ മരണപ്പെട്ടു പോയാലും ഇതിലൊരാൾ സുജൂദ് ചെയ്താൽ, ഇതിൽ നിന്നൊരു ഖുതുബ കേട്ട് ഒരാൾക്ക് തൗഹീദിന്റെ വെളിച്ചം കിട്ടിയാൽ, സുന്നത്തിന്റെ പ്രഭ ലഭിച്ചാൽ, അവരുടെ കുടുംബം മാറിയാൽ, അവർ നമസ്കാരം തുടങ്ങിയാൽ, അവർ മറ്റു തിന്മകളിൽ നിന്ന്, ശിർക്കുകളിൽ നിന്ന്, ബിദ്അത്തുകളിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, അതുപോലെയുള്ള ഒട്ടനവധി ലിബറൽ ആശയങ്ങളിൽ നിന്ന്, മതനിരാസങ്ങളിൽ നിന്ന് ആരൊക്കെ തിരിച്ചു നടന്നിട്ടുണ്ടോ അതിന്റെ ഒക്കെ പ്രതിഫലം ഇത് തുടങ്ങിയ മനുഷ്യന്മാർക്ക് കിട്ടുമെന്നതാണ്. അതുകൊണ്ടാണ് ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഇതൊരു വലിയ കച്ചവടമാണ്. ആ കച്ചവടം എന്ന് പറയുന്നത് ഭൗതികമായ കച്ചവടമല്ല, പരലോകത്തേക്ക് ലാഭമുണ്ടാക്കുവാനുള്ള കച്ചവടമാണ്. ഇൻഷാ അല്ലാഹ് ആ രീതിയിൽ തന്നെ വളർന്ന് പന്തലിക്കാൻ ഈ സ്ഥാപനത്തിന്, ഈ പള്ളിക്ക് കഴിയട്ടെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ആ കാര്യം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.